ഒരു വശം കൃഷ്ണനെ ഇരുത്തി, മറുവശത്ത് നിന്റേതായ ദാനം അല്ലെ. ആ പന്തയം അവസാനിക്കുമ്പോൾ എനക്ക് നീ ദാനം തരണം അല്ലേ. ദാനം വെക്കേണ്ടതായ വസ്തു അതിൻ്റെതായ മറുവശത്ത് തട്ടിലും വെക്കണം അല്ലേ. കൃഷ്ണന് തുല്യമായിരിക്കുന്നതായ അവസ്ഥ വരുമ്പോൾ അല്ലേ, കൃഷ്ണന്റെ അങ്ങനെയാണ് ഭാരത്തിന് അതിക്രമിച്ച് കൃഷ്ണന്റെ ഭാഗം ഉയർന്നു പൊന്തുമ്പോൾ അല്ലേ, ആ എന്താണോ നീ വെക്കുന്നത് അത് എനിക്ക് തരണം എന്ന് ആര് പറഞ്ഞു? നാരദൻ പറഞ്ഞു അല്ലേ. അന്നോ സമ്മതിച്ചു അല്ലേ. അന്ന് എണ്ണിയാൽ ഒടുങ്ങാത്തതായ നവരത്നങ്ങളും സ്വർണങ്ങളും അല്ലെ, ധനങ്ങളും മുത്തുകളും ധാന്യങ്ങളും ഒക്കെ ഇതിനാലും ഉണ്ടായിരുന്നു സത്യഭാമക്ക് അല്ലേ. എന്നെ ഒരു തട്ടിലിരുത്തി അല്ലേ. എന്നിട്ടോ മറുതട്ടിൽ സത്യഭാമയുടേതായ ആ കനമുള്ളതായിരിക്കുന്നതായ സ്വത്തുക്കളെല്ലാം വെച്ചു അല്ലേ. എന്നിട്ടോ ഒരണു പോലും അനങ്ങിയോ നിങ്ങളെ ഇല്ല അല്ലേ. അവസാനം തോഴിമാരുടേതായ അടുത്ത് പോയി, തോഴിമാരെ എനക്ക് അല്ലേ സഹായം വേണം, നിങ്ങളുടേതായ പൊന്നും പണവും എനക്ക് വേണം ആ തുലാഭാരത്തട്ടിൽ വെക്കുവാനായിട്ട്, അല്ലെങ്കിൽ കൃഷ്ണൻ എന്നേക്കുമായി എനക്ക് നഷ്ടപ്പെടും അല്ലേ. കൃഷ്ണൻ നാരദന് പണയം വെക്കേണ്ടി വരുന്നിരിക്കുന്നതായ വഴിയുണ്ട് അല്ലേ. ആ തോഴിമാരുടേതായ സ്വർണവും പണവും ധനവും ധാന്യവും സ്വത്തുക്കളും വെച്ചു. ഭർത്താക്കന്മാരെ പൊങ്ങിയോ? ഇല്ല അല്ലേ. പെട്ടുപോയി സത്യഭാമ അല്ലേ. അന്ന് എന്ത് സംഭവിച്ചു? സത്യഭാമ രുക്മിണിയുടേതായ അടുത്ത് പോയി, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. രുക്മിണി പറ്റിപ്പോയി എനക്ക് അല്ലേ, നീ എന്തെങ്കിലും ഒരു മാർഗം എനക്ക് പറഞ്ഞു തരണം, കാട്ടിത്തരണം എന്ന് രുക്മിണിയുടേതായ അടുത്ത് ചെന്ന് പറഞ്ഞു. അന്ന് രുക്മിണി പറഞ്ഞു അല്ലേ, പ്രപഞ്ചകർത്താവായിരിക്കുന്നതായ കൃഷ്ണനെ ഭാരത്തിങ്കൽ വെക്കുവാൻ നിനക്ക് ആര് തന്നു പറഞ്ഞു തന്നു അല്ലേ ഈ ബുദ്ധി. അന്ന് കൃഷ്ണൻ നേരെ പൂന്തോട്ടത്തിലെ അല്ലെ രുക്മിണി നേരെ പൂന്തോട്ടത്തിലേക്ക് ഓടി അവിടെയുള്ളതായിരിക്കുന്നതായ തുളസിയിൽ നിന്നും ഒരു തുളസിക്കതിരെടുത്ത് ആ തട്ടിൽ വെച്ചു അല്ലെ. തുളസിക്കതിർ ആ തട്ടിൽ സ്പർശിക്കേണ്ടതായ നിമിഷം കൃഷ്ണനും മേലെ പൊങ്ങിയത് അല്ലേ. ഭർത്താക്കന്മാരെ മനസ്സിലായോ നിങ്ങൾക്ക്? അതിന്റെ പൊരുള് മനസ്സിലായോ നിങ്ങൾക്ക്? എന്താണ്? ഭഗവാനെ എത്രയെത്ര പൊന്നും ധനവും ധാന്യവും സ്വത്തുക്കളും വെച്ചാലൊന്നും കൂട്ടാൻ പറ്റില്ല. മറിച്ചോ ഭക്തിയോടുകൂടി ഒരു തുളസിക്കതിർ ജപിച്ചൊന്ന് ചേർത്താല് അല്ലേ, അത് മതിയാവും ഈ കൃഷ്ണനോളം അല്ലേ ഭാരം തോന്നിക്കുവാനായിട്ട്. അന്ന് മുതൽ എനക്ക് കൊണ്ട് കൂട്ടിയിരിക്കുന്നതായ തട്ട് തന്നെയാണ് ഈ തുലാഭാരത്തട്ട്. നിങ്ങളെ അതാണ് ഇതിൻ്റെതായ ഐതിഹ്യങ്ങളും മഹത്വങ്ങളും. അങ്ങനെയുള്ളതായ ഞാൻ അന്ന് അല്ലെ എനക്ക് വേണ്ടി അന്ന് തൂക്കിയിരിക്കുന്നതായ തുലാഭാരത്തട്ട് ഇന്നേ ദിവസം നിങ്ങൾ അല്ലെ വിളിച്ചിരിക്കുന്നതായ വിളിക്ക് കൊണ്ടുകൂട്ടി ഭഗവാന് തന്നെയാണല്ലോ ഇത് സമർപ്പിക്കേണ്ടത്. സമർപ്പിച്ചില്ലേ ഭഗവാന് അല്ലെ? എന്ത് വേണമെങ്കിൽ തൂക്കുന്നുണ്ടോ നിങ്ങൾ?